മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 52-ാം സങ്കീർത്തനം 8-ാം തിരുവാക്യം. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ വിജയരഹസ്യം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. ഈ ആശ്രയ ബോധമായിരുന്നു ദാവീദിനെ ദാവീദാക്കി മാറ്റിയത്. പ്രതിസന്ധികളിലും പരാജയങ്ങളിലും തകർച്ചകളിലും ദുഃഖദുരിതങ്ങളിലും തൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദാവീദ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുകയാണ്. ദൈവ കരുണയിൽ ആശ്രയിച്ച് താൻ ബലപ്പെടുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വന്തമാക്കേണ്ടത്. ജീവിതത്തിൻ്റെ ഏത് നിമിഷത്തിലും കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ പൂർണ്ണമായും ശരണപ്പെടുക. ജീവിതത്തിൻ്റെ സകല ഭാരങ്ങളെയും കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുന്നിടത്തൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിൻ്റെ തേജസ്സിനാൽ നമ്മൾ പ്രകാശിതരാകുവാൻ, കർത്താവിൻ്റെ മഹത്വത്താൽ നമ്മളെല്ലാം പൊതിയപ്പെടുവാൻ, കർത്താവിൻ്റെ ചോരയാൽ നമ്മൾ കഴുകപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും അവിടുന്ന് ശക്തിയോടെ വരണമേ. കർത്താവിന്റെ വചനത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഹല്ലേലൂയ. ആത്മാവേ വരണമേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവിന്റെ തീമഴയ്ക്കായി നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പാപത്തിന്റെ കളകളിലും സ്വർഗത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം, എല്ലാ ജഡീക കെട്ടുകളെയും പരിശുദ്ധാത്മാവ് പൊട്ടിക്കുന്ന സമയം, സഹോദര സഹോദരി, നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന ഈ അത്ഭുത പ്രവൃത്തികളെ സ്വന്തമാക്കി പരിശുദ്ധാത്മ നിറവനായ അഭിഷേകത്തിനായി നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്ന എല്ലാം മറന്ന് വലിയ ആനന്ദത്തോടെ പാടുന്നു. ആത്മാവേ, അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ഇന്ന് ആത്മാവിൽ നിറയ്ക്കണമേ. ആത്മാവേ വരിക, വരിക പരിശുദ്ധാത്മാവേ, അവിടുത്തെ 10,000ങ്ങളിലേക്ക് എല്ലാ ശുശ്രൂഷകളിലും കത്തിപ്പടരണമേ. ഇന്ന് ആത്മാവിൽ നിറയ്ക്കണമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ പരിശുദ്ധാത്മാവേ, ആയിരങ്ങളിൽ 10,000ങ്ങളിൽ നിറയട്ടെ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ,
കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമിന്നൽ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തി സ്വന്തമാക്കിക്കൊണ്ട് ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ വരിക വരിക, തീ പോലെ ഞങ്ങളിൽ കത്തി പടരുക. പാപത്തിന്റെ, അശുദ്ധിയുടെ, ജഡമോഹങ്ങളുടെ, രോഗസ്വാധീനങ്ങളുടെ സകല ആസക്തികളെ കരിച്ചു കളയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കൊടുങ്കാറ്റ് പോലെ വീശണമേ. കുടുംബങ്ങളിലുള്ള പൈശാചിക ആധിപത്യങ്ങളെ തകർക്കണമേ. തലമുറകളിൽ ഇന്നോളം സാത്താൻ ഇട്ടിരിക്കുന്ന എല്ലാ അടിസ്ഥാനങ്ങളെയും ഛിന്ന ഭിന്നമാക്കണമേ. പ്രതിസന്ധികളുടെ മേൽ, തകർച്ചകളുടെ മേൽ, ദുഃഖ ദുരിതങ്ങളുടെ മേൽ, വിട്ടുമാറാത്ത രോഗപീഠകളുടെ മേൽ അത്ഭുതത്തിന്റെയും സൗഖ്യത്തിന്റെയും വിടുതലിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവെ പരിവർത്തിക്കണമേ. Move, Spirit, move. Hallelujah, hallelujah, hallelujah. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, കർത്താവേ അവിടുത്തെ ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് മഹത്വത്തിന്റെ സാന്നിധ്യമായി ഇറങ്ങി വരണമേ. നിങ്ങളുടെ തേജസ് ഞങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ ഉണർത്തട്ടെ. കർത്താവേ ഞങ്ങളുടെ ചോരയാൽ ഞങ്ങൾ കഴുകപ്പെടട്ടെ. കർത്താവേ അങ്ങയുടെ ദൂതന്മാരാൽ ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. എല്ലാവിധ അടിമത്വങ്ങളിൽ ഞങ്ങൾ സ്വതന്ത്രരാക്കപ്പെടട്ടെ. ബ്ലെസ് ബ്ലെസ് ലോർഡ്. സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ദൈവവചനത്താൽ കഴുകപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി ഹൃദയം കഠിനമാക്കരുത്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഈ സന്ദേശത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കർത്താവിൻ്റെ അരൂപി നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന ശുശ്രൂഷയുടെ നമുക്ക് നൽകുന്ന സന്ദേശം ഹൃദയം കഠിനമാക്കുക. നിങ്ങൾ ഹൃദയം കഠിനമാക്കുക. നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. വിശ്വാസ ജീവിതം ഒരു യാത്രയാണ്. ഈ വിശ്വാസ യാത്രയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മൾ ലക്ഷ്യം തെറ്റിപ്പോകും. നമുക്കൊരിക്കലും നമ്മുടെ വാഗ്ദാന ദേശത്ത് എത്തിച്ചേരുവാൻ സാധിക്കാതെ വരും. ഹെബ്രായ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവാക്യം ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു: ഇന്നു നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിന്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ളൊരു തിരുവാക്യമാണിത്. കർത്താവിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുമ്പോൾ എതിർപ്പിന്റെ നാളുകളിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ടാണ് ഈ വചനം സംസാരിക്കുന്നതെങ്കിലും ഇന്ന് നമുക്കാണ് ഈ വചനത്തിലൂടെ ദൈവം തൻ്റെ ആലോചനകൾ നൽകുന്നത്. ഇസ്രായേൽ കർത്താവിൻ്റെ മഹത്വം കണ്ടവരായിരുന്നു. അവർ കർത്താവിൻ്റെ തേജസ്സിനാൽ പ്രകാശിതരായിരുന്നു. തൻ്റെ ജനത്തെ വിട്ടുപിരിയാതെ രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും കർത്താവ് തൻ്റെ ജനത്തിന് കൂടെ യാത്ര ചെയ്തു. ഇത്രമാത്രം ദൈവ സാന്നിധ്യം ഇസ്രായേൽ അനുഭവിച്ചിട്ടും അവിടെ ഹൃദയം കഠിനമായി പോയി. വാഗ്ദാന ദേശത്ത് പ്രവേശിക്കാൻ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞില്ല. കാലബും ജോഷുവയും ഒഴിച്ച് ലക്ഷക്കണക്കിന് ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ ചത്തുവീഴുകയാണ്. എന്താണ് ഈ തകർച്ചയുടെ കാരണം? കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ടും അവർ ഹൃദയം കഠിനമാക്കി. ഹൃദയ കഠിനത ഒരു വലിയ നാശത്തിൽ എത്തിക്കുകയാണ്. ഇന്നത്തെ ഈ മെസ്സേജ്
ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് കർത്താവ് നമുക്ക് തരുന്നത്. ആരാണ് ഇസ്രായേല്? പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് തന്റെ ജനത്തോട് പറയാ, നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ ഭൂമിയിലുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഇന്ന് ലോകത്തിൽ മറ്റൊരു ജനതയ്ക്കും ലഭിക്കാത്ത വിധത്തിൽ കർത്താവിൻ്റെ കരുതലും പരിപാലനയും നടത്തിപ്പെല്ലാം ലഭിച്ച ജനതയായിരുന്നു ഇസ്രായേൽ ജനത. എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഇസ്രായേൽ ജനം അവിടെ ഹൃദയം കഠിനമാക്കി. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 22-ാമത്തെ തിരുവാക്യം കർത്താവ് പറയാ, എൻ്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത അടയാളങ്ങളും നിങ്ങൾ കണ്ടിട്ടും 10 പ്രാവശ്യം നിങ്ങൾ എന്നെ പരീക്ഷിക്കുകയും എൻ്റെ സ്വരത്തെ അവഗണിക്കുകയും ചെയ്ത് നിങ്ങളിൽ ആരും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല. ഇസ്രായേൽ ജനം 10 പ്രാവശ്യം എപ്പോഴൊക്കെയാണ് കർത്താവിനെ പരീക്ഷിച്ചത്? ഞാൻ ഓരോ വചനവും പറയുമ്പോൾ സാധിക്കുന്നവരെ അത് നിങ്ങൾ എഴുതിയെടുക്കണം, നിങ്ങളത് ബൈഹാർട്ട് ചെയ്യണം, ഈ വചനം പിന്നീട് ധ്യാനിക്കണം. കർത്താവ് എന്തിനാ ഈ മെസ്സേജ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 11-ഉം 12-ഉം തിരുവാക്യങ്ങൾ. 1-ാമത്തെ പ്രാവശ്യം ഇസ്രായേൽ ജനം കർത്താവിനെ പരീക്ഷിക്കുന്ന രംഗമാണത്. കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ കർത്താവ് തന്റെ ജനത്തെ വീണ്ടെടുത്ത് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവരെ നയിക്കുകയാണ്. അവർ യാത്ര മുന്നോട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ചെങ്കടൽ വന്നു. ഇസ്രായേൽ ആ ചെങ്കടൽ തീരത്ത് കൂടാരം പടിക്കുകയാണ്. പെട്ടെന്നൊരു ആരവ് അവർ കേട്ടു. പുറകോട്ട് നോക്കിയപ്പോൾ ഫറവയുടെ സൈന്യം പാഞ്ഞു വരികയാണ്. മുൻപോട്ട് ഓടാമെന്ന് വെച്ചാൽ മുൻപിൽ ചെങ്കടല്, പുറകോട്ടോടി രക്ഷപ്പെടാമെന്ന് വെച്ചാൽ പുറകിൽ ഫറവയുടെ സൈന്യം. അവർ കർത്താവിനെതിരെ പിറുപിറുക്കുകയാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ അവർ അവിശ്വസിക്കുകയാണ്. അവർ പറഞ്ഞു, മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലാൻ എന്തിനാ കൊണ്ടുവന്നത്? ഈജിപ്തിൽ ശവകുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാനായി കൊണ്ടുവന്നത്? അവർ കർത്താവിനെതിരെ പിറുപിറുക്കുകയാണ്. 1-ാമത്തെ പരീക്ഷ അതായിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവർ മറന്നുപോയി. ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് അവർ വിട്ടുകളയുകയാണ്. തൻ്റെ ജനത്തിൻ്റെ ഈ പ്രവൃത്തി കർത്താവിന് ഒരുപാട് വേദനിപ്പിച്ചു. 2-ാമത് ഇസ്രായേൽ എപ്പോഴാണ് കർത്താവിനെ പരീക്ഷിച്ചത്? പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം. അത്ഭുതകരമായി ചെങ്കടൽ വിഭജിച്ച് തൻ്റെ ജനത്തെ കർത്താവ് അക്കരെ എത്തിക്കുകയാണ്. 3 ദിവസം അവർ യാത്ര ചെയ്ത് മാറ എന്ന സ്ഥലത്തെത്തി. ഈ മാറയിലെ വെള്ളം കയ്പുള്ള വെള്ളമായിരുന്നു. ഈ കയ്പുള്ള വെള്ളം അവർക്ക് കുടിക്കാൻ കഴിയാത്തത് കൊണ്ട് അവര് കർത്താവിന് മോശയ്ക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ വെള്ളമില്ല, ഞങ്ങൾ ഈ മരുഭൂമിയിൽ വെള്ളമില്ലാതെ മരിച്ചു വീഴാൻ പോവാണെന്ന് പറഞ്ഞ് അവർ കർത്താവിൻ്റെ പ്രവൃത്തിയെ തള്ളിക്കളയുകയാണ്. 3 ദിവസമേ ആയിട്ടുള്ളൂ. ചെങ്കടല് കടത്തി. എന്തുമാത്രം അത്ഭുതമാണ് തൻ്റെ ജനത്തിന് വേണ്ടി കർത്താവ് ചെയ്തത്. പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കർത്താവിൽ ശരണപ്പെടാൻ പറ്റുന്നില്ല. അടുത്തൊരു ക്രൈസിസ് ഉണ്ടായപ്പോൾ അവർ ആ പഴയ സ്വഭാവം കാണിക്കുക, പിറുപിറുപ്പിൻ്റെയും പരാതിയുടെയും സ്വഭാവം. പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. എന്തുമാത്രം അനുഗ്രഹങ്ങളെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ഇന്നും ദൈവം തന്ന നന്മകളെ പ്രതി കർത്താവിനെ മഹത്വപ്പെടുത്താതെ പലപ്പോഴും പരാതി പറഞ്ഞ് മുറുമുറുത്ത് പിറുപിറുത്ത് എന്തുമാത്രം നന്മകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഇസ്രായേൽ ജനം പറഞ്ഞു, ഈ കയ്പുള്ള വെള്ളം ഞങ്ങൾ കുടിക്കാൻ പറ്റത്തില്ല. തൻ്റെ ജനത്തിൻ്റെ ഈ പരാതി കർത്താവിന് ഒരുപാട് സങ്കടമുണ്ടാക്കി. 3-ാം പ്രാവശ്യം
ഇസ്രായേൽ എവിടെയാണ് കർത്താവിനെ പരീക്ഷിച്ചത്? പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 3-ാം വചനത്തിലോട്ട് വരിക. ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല, ആഹാരമില്ല എന്ന് പറഞ്ഞ് അവർ വീണ്ടും കർത്താവിനെതിരെ തിരിയുകയാണ്. ഇത്രമാത്രം ദൈവം കൈപ്പിടിച്ച് നടത്തിയതാണ്. ആ മാറയിലെ വെള്ളത്തെ കർത്താവ് മധുരമാക്കി മാറ്റി. ആ വെള്ളം അവർക്ക് ദാനമായി കർത്താവ് കൊടുത്തു. ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടും ഇവർക്ക് ആഴത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, കർത്താവിനെ ആശ്രയിക്കാൻ പറ്റുന്നില്ല. വീണ്ടും പരാതി പറയാണ്, വീണ്ടും പിറുപിറുക്കുകയാണ്. ഞങ്ങൾക്കിവിടെ ആഹാരമില്ല എന്ന് പറഞ്ഞ് തൻ്റെ ജനത്തോട് കരുണ തോന്നി കർത്താവ് മാലാഖമാരുടെ ആഹാരമായ മന്ന തൻ്റെ ജനത്തിന് പ്രദാനം ചെയ്യുകയാണ്. 4-ാം പ്രാവശ്യം ഇസ്രായേൽ എപ്പോഴാണ് കർത്താവിനെ പരീക്ഷിച്ചത്? പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 20-ാമത്തെ തിരുവാക്യം. പ്രവാചകനായ മോശയുടെ കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങൾ ഓരോരുത്തരും ഓരോ ഓമർ വീതം ശേഖരിച്ചു കൊള്ളുക, എന്നാൽ പ്രഭാതത്തിലേക്ക് നിങ്ങളത് നീക്കിവെക്കരുത്. നിങ്ങൾക്ക് അന്നൊന്ന് വേണ്ടത് നിങ്ങൾ ശേഖരിച്ചോ, ഞാനത് പ്രദാനം ചെയ്യും. എന്നാൽ അത്യാഗ്രഹികളായ കുറെ ഇസ്രായേൽക്കാരെ അവരെന്ത് ചെയ്തു? പ്രഭാതത്തിലേക്ക് മിച്ചം വന്ന മന്ന ബാക്കി വയ്ക്കുകയാണ്, നീക്കിവെക്കുകയാണ്. പ്രഭാതത്തിൽ ഇസ്രായേൽക്കാർ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ നീക്കിവെച്ച മന്ന പുഴുത്തുപോയിരിക്കുന്നു, അത് അഴുകിപ്പോയി, അത് ഉപയോഗശൂന്യമായിട്ട് പോയി. തൻ്റെ ജനത്തിൻ്റെ ഈ അവിശ്വാസം നിറഞ്ഞ പ്രവൃത്തി കർത്താവിന് ഒരുപാട് വേദനിപ്പിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, എൻ്റെ ജനം ചെയ്ത് നീ കണ്ടില്ലേ? അവർ എന്നെ ഒരുപാട് വേദനിപ്പിക്കുകയാണ്. അവർ കർത്താവിനോട് അവിശ്വസ്ത കാണിക്കുകയാണ്. വീണ്ടും 5-ാം പ്രാവശ്യം ഇസ്രായേൽ കർത്താവിനെ പരീക്ഷിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 25 മുതൽ 27 വാക്യങ്ങളിൽ മോശ പ്രവാചകനിലോട് വീണ്ടും കർത്താവ് അരുളി ചെയ്യും, സാബത്ത് ദിവസം നിങ്ങൾ ആരും മന്ന ശേഖരിക്കരുത്. സാബത്ത് ദിവസം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരും. ആ ദിവസം നിങ്ങൾ പരിശുദ്ധമായി ആചരിക്കണം. നിങ്ങൾ ആരും പുറത്തു കടന്ന് മന്ന ശേഖരിക്കരുത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ വാക്കുകളെ തള്ളിക്കളഞ്ഞ് കർത്താവിൻ്റെ ഈ ശബ്ദത്തോട് എതിർപ്പ് കാണിച്ച്, അതാണ് ഹെബ്രായ ലേഖനകർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അവർ എതിർപ്പ് കാണിച്ചില്ലേ? ഇതൊരു മറുതലിപ്പാണ്, ഒരു എതിർപ്പായിരുന്നു. അവർ സാബത്ത് ദിവസം പുറത്തു കടന്ന് മന്ന ശേഖരിക്കാൻ നോക്കിയപ്പോൾ മന്ന കണ്ടില്ല. കാരണം സാബത്ത് ദിവസം കർത്താവ് മന്ന പൊഴിച്ചില്ല. കർത്താവിൻ്റെ വാക്കുകളോട് അവർ എതിർപ്പുള്ളവരായി. തൻ്റെ ജനം വീണ്ടും വീണ്ടും തന്നോട് അവിശ്വസ്ത കാണിക്കുന്നത് കണ്ട് കർത്താവ് വേദനിക്കുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇസ്രായേൽ ജനം ഇതുപോലെ ഹൃദയം കഠിനമാക്കിയിട്ടും കർത്താവ് അവരെ വിട്ടുപോകുന്നില്ല. വീണ്ടും കരുണ കാണിച്ച് കരുണ കാണിച്ച് കരുണ കാണിച്ച് തൻ്റെ ജനത്തെ കർത്താവ് പരിപാലിക്കുന്ന മനോഹരമായ ചിത്രമാണ് നമ്മൾ ബൈബിളിൽ ആദ്യ പുസ്തകങ്ങളിൽ കാണുന്നത്. ഇത് തന്നെ ഇന്നും നമ്മോട് കർത്താവ് കാണിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നത് കർത്താവിൻ്റെ കരുണ കൊണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യമാണ്, ദൈവത്തിൻ്റെ ബോണസാ. പ്രിയപ്പെട്ടവരെ, നമുക്കതിൽ ആർക്കും അഹങ്കരിക്കാൻ ഒരു വകയുമില്ല. നന്ദി പറ, നന്ദി പറ. കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഓർത്ത് മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള തീരുമാനം നമുക്ക് വേണ്ടത്. 6-ാം പ്രാവശ്യം അവരെപ്പോഴാണ് കർത്താവിനെ പരീക്ഷിച്ചത്? പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 3-ാമത്തെ തിരുവാക്യം. അവരെ റഫീദീമിലെത്തുകയാണ്. മരുഭൂമിയിലൂടെയുള്ള യാത്രയാ. റഫീദീമിലെത്തിയപ്പോൾ വീണ്ടും അവർക്ക് വെള്ളം കിട്ടാതെയായി. മാറയിൽ ആ കയ്പുള്ള വെള്ളത്തെ മധുരമാക്കി കർത്താവ് തന്റെ ജനത്തിന് കുടിക്കാൻ കൊടുത്തതാണ്. ഇതൊക്കെ ഒരു മറന്നു പോവാണ്. പെട്ടെന്ന് അതിവേഗം ദൈവത്തിന്റെ പ്രവൃത്തികൾ അവർ മറന്നുപോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, റഫീദീമിൽ വെച്ച് അവർ വീണ്ടും കർത്താവിനോട് മറുതലിക്കും. കർത്താവിനെതിരെ അവർ സംസാരിക്കും. ഞങ്ങൾക്ക് ആര് വെള്ളം തരും? തൻ്റെ ജനത്തിൻ്റെ പ്രവൃത്തി വീണ്ടും വീണ്ടും കർത്താവിനെ ദുഃഖിപ്പിക്കുകയാണ്. 7-ാം പ്രാവശ്യം അവരെപ്പോഴാണ് കർത്താവിനെ പരീക്ഷിച്ചത്?
പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവർ പറഞ്ഞൊരു കാളക്കുട്ടിയെ അവർ നിർമ്മിച്ചിട്ട് ഈ ദേവനാണ് ഈജിപ്ത് ഞങ്ങളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ആ കാളക്കുട്ടിയുടെ മുന്നിൽ അവർ നൃത്തം ചെയ്യുകയാണ്. പുല്ല് തിന്നുന്ന കാളയ്ക്ക് അവർ സത്യദൈവമായ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. തൻ്റെ ജനം തന്നോട് കാണിച്ച ഈ അവിശ്വസ്തത കർത്താവിന്റെ ഹൃദയത്തെ കീറിമുറിക്കുകയാണ്. ദൈവം വിളിക്കും, മോശെ നീ കാണുന്നില്ലേ എൻ്റെ ജനം എന്നോട് കാണിക്കുന്ന അവഹേളന. ആ പഴയ നിയമ ഇസ്രായേലിൻ്റെതുപോലെ ഇന്ന് നമ്മളിൽ അനേകരെ ഇതുപോലെ ഹൃദയം കഠിനമാക്കുകയാണ്. കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കാതെ, കർത്താവ് തരുന്ന ആലോചനകളെ സ്വന്തമാക്കാതെ, ജീവിതം കർത്താവിനായി സമർപ്പിക്കാതെ, ഇനിയുള്ള ജീവിതം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ, ലോകത്തിൻ്റെ വഴിയിൽ, ജഡത്തിൻ്റെ വഴിയിൽ, മ്ലേച്ഛതയുടെ വഴിയിൽ ഇന്ന് ആയിരങ്ങൾ മുന്നോട്ട് പോകുന്നു. കർത്താവ് നമ്മെ നോക്കി കരയുകയാണ്. 8-ാം പ്രാവശ്യം അവരെപ്പോഴാണ് കർത്താവിനെ പരീക്ഷിച്ചത്? സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 2-ാമത്തെ തിരുവാക്യം. കർത്താവിനെ അനിഷ്ടമാകുന്ന വിധത്തിൽ വീണ്ടും ഇസ്രായേൽ അവിടത്തേക്കെതിരെ പിറുപിറുത്തു. കർത്താവിൻ്റെ കോപത്തിൻ ന്യായവിധിയുടെ അഗ്നി അവരുടെ മേൽ വരികയാണ്. എങ്കിലും ദൈവം അവരുടെ കരുണ കാണിക്കുകയാണ്. 9-ാം പ്രാവശ്യം ഇസ്രായേൽ എപ്പോഴാണ് കർത്താവിനെ പരീക്ഷിച്ചത്? സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 4-ാമത്തെ തിരുവാക്യം. ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാരെ നിമിത്തം അവരും ദുരാഗ്രഹങ്ങൾക്ക് അടിമകളായി. ഒരു സങ്കടം പറയാൻ തുടങ്ങി, പരാതി പറയാൻ തുടങ്ങി. ഞങ്ങൾക്ക് ആരാണ് ഭക്ഷിക്കാൻ മാംസം തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെമ്മന്നുള്ളി, വെള്ളുള്ളി, ഇതൊക്കെ പറഞ്ഞവർ കർത്താവിനെതിരെ പിറുപിറുക്കുകയാണ്. ഇത്രമാത്രം നന്മകൾ ദൈവം ചെയ്തിട്ടും, മന്ന പൊഴിച്ചു കൊടുത്തിട്ട്, കാടപ്പക്ഷിയിൽ ഇറക്കി കൊടുത്തിട്ട്, മരുഭൂമിയിലെ കരിമ്പാറ കൂട്ടങ്ങളിൽ നിന്ന് ദാഹജനം കൊടുത്തിട്ട് അവർ കർത്താവിനെതിരെ തിരികെ അവർ നെഗ്ലക്റ്റ് ചെയ്യാണ്, കർത്താവിനെ വിട്ടുകളയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. തൻ്റെ ജനം തന്നോട് കാണിക്കുന്ന ഈ അവഹേളനകൾ കർത്താവിന് ഒരുപാട് ദുഃഖം വരുത്തുകയാണ്. 10-ാം പ്രാവശ്യം എപ്പോഴാണ് ഇസ്രായേൽ കർത്താവിനെ പരീക്ഷിക്കുന്നത്? സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവാക്യങ്ങൾ. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നു, കാനാൻ ദേശം ഉറ്റുനോക്കാൻ പോയവര് തെറ്റായ റിപ്പോർട്ട് ജനത്തിന് കൊടുക്കുകയാണ്. അവിടെയുള്ള മനുഷ്യർ മല്ലന്മാരാണ്, നമുക്കൊരിക്കലും കാനാൻ ദേശം സ്വന്തമാക്കാൻ പറ്റത്തില്ല, അവരുടെ മുൻപിൽ നമ്മൾ വെറും വെട്ടിലുകളാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ ഉപരി അവർ അവിടെ കണ്ട കാര്യങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ നേതാക്കന്മാരുടെ തെറ്റായ റിപ്പോർട്ട് കേട്ട് ഇസ്രായേൽക്കാർ ഒന്നടങ്കം പറയും, നമുക്ക് ഈജിപ്തിൽ അടിമകളായി കഴിയാം, മറ്റൊരു നേതാവിനെ തെരഞ്ഞെടുത്ത് നമുക്ക് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞ് അവർ ദൈവത്തിൻ്റെ മുഴുവൻ പ്രവൃത്തികളെ തള്ളിക്കളയുകയാണ്. കർത്താവിൻ്റെ ആ നേതൃത്വത്തെ അവർ അവഗണിക്കുകയാണ്. എന്നാലും തൻ്റെ ജനത്തോട് കർത്താവ് കരുണ കാണിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഇസ്രായേലേ, 10 പ്രാവശ്യം നിങ്ങൾ എന്നെ പരീക്ഷിച്ചു, നിങ്ങൾ എൻ്റെ സ്വരത്തെ അവഗണിച്ചു, നിങ്ങളിൽ ആരും വാഗ്ദാന ദേശത്ത് കാലുകുത്തില്ല. അവരുടെ ഹൃദയം കഠിനമായി പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നമ്മുടെ ഈ വിശ്വാസ യാത്രയിൽ നമ്മൾ ആരും നഷ്ടപ്പെട്ടവരായി മാറരുത്, നമ്മൾ ആരും കൃപയിൽ വീണു പോകരുത്. നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. എബ്രായ പുസ്തകം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ പറയുന്നു, അനുസരണക്കേട് കാട്ടിയവരോടല്ലേ എൻ്റെ വിശ്രമത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയില്ല എന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത്. അങ്ങനെ അവിശ്വാസ നിമിത്തമാണ് ഇസ്രായേൽ ജനത്തിന് വാഗ്ദാന ദേശത്ത് പ്രവേശിക്കാൻ കഴിയാതെ പോയതെന്ന് നാം കാണുന്നു. അവിശ്വാസം, അനുസരണക്കേട്. എന്താ ഇതിൻ്റെ കാരണം? അവരുടെ ഹൃദയം കഠിനമായി. ഹൃദയ കഠിനത വലിയൊരു പാപമാണ്. അത് കർത്താവിന് ഒരുപാട് വേദനിപ്പിക്കുന്നു. അത് വലിയ ദുരന്തങ്ങളും തകർച്ചകളും നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്തുമെന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹൃദയം കഠിനമാക്കരുത്.
നന്മകളെ സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ ആലോചനകളെ സ്വന്തമാക്കാൻ, നാളിതുവരെ കർത്താവ് നൽകിയ കരുതലിനെ ഓർത്ത്, പരിപാലനെ ഓർത്ത്, സംരക്ഷണത്തെ ഓർത്ത് നന്ദി പറയുവാൻ, ഇങ്ങനെ ആനന്ദത്തിൻ്റെ, കൃപയുടെ, ആത്മനിറവിൻ്റെ ജീവിതം നയിക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് തീരുമാനമെടുക്കാം. കുറ്റപ്പെടുത്തലുകളും പരാതി പറച്ചിലുകളും പിറുപിറുപ്പുകളും മുറുമുറുപ്പുകളും ന്യായീകരണങ്ങളും അവസാനിപ്പിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട് താഴ്മയുടെയും ദൈവസ്നേഹത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് കൃപയുടെ ജീവിതം നയിക്കാൻ നമുക്കൊരുങ്ങാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഇതാ ദൈവം ഭൂമിയിൽ വന്നു, മർത്യനു മന്നയായി തീർന്നു. ഇതാ ദൈവം സ്വർഗത്തിൽ നിന്നും കർത്താവായ ദൈവമേ, പൂജ്യമായി വന്നു തിരുവോസ്വരൂപനായി ഞങ്ങൾ അനുഗ്രഹിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ നോമ്പ് കാലത്ത് പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ വീണ്ടും നമ്മളെ പഠിപ്പിച്ചു, ഹൃദയം കഠിനമാക്കരുത്. നുറിയ ഹൃദയത്തോടെ നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ മലിനതകളിൽ നിന്നും, എല്ലാ പാപസ്വാധീനങ്ങളിൽ നിന്നും, സകലവിധ അശുദ്ധികളിൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിൻ്റെ അത്ഭുത ശക്തി 10,000ങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ മഹത്വത്തിന് സാന്നിധ്യമായ കർത്താവ് പരിവർത്തിക്കുന്ന സമയം. എല്ലാം മറന്ന് വിശ്വാസത്തോടെ യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹൃദയ കഠിനതകളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ എല്ലാ ജഡീകതകൾ നിങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. ഒരു പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപ കർത്താവേ ഞങ്ങൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അനേകം ആയിരങ്ങളെ സ്പർശിക്കുന്ന സമയം, അനേകം ജീവിതങ്ങളിലേക്ക് ദൈവകൃപ ഒഴുകപ്പെടുന്ന സമയം. യേശു നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് വിശ്വാസത്തോടെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. കർത്താവേ, കരം നീട്ടി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. എല്ലാ അടിമത്തങ്ങളെ ഞങ്ങൾ വിമോചിപ്പിക്കണമേ. എല്ലാ ബന്ധന കുരുക്കുകളെയും അഴിക്കണമേ. എല്ലാ നുഖങ്ങളെയും ഒടിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മാംസളമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഹൃദയത്തിന്റെ എല്ലാ കഠിനതകളിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവേ നന്ദി. കർത്താവ് ഞങ്ങൾക്ക് നൽകിയ സൗഖ്യത്തിനായി, ഞങ്ങൾക്ക് നൽകിയ വിമോചനത്തിനായി, ഞങ്ങൾക്ക് നൽകിയ ആത്മനിറവിനായി, ഞങ്ങളിലേക്ക് പകർന്ന വിശുദ്ധീകരണത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് തലമുറകളെ വിശുദ്ധീകരിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ